കട്ട് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. നമുക്കൊരു സിഗരറ്റ് വലിക്കാം. നീ പുറത്തേക്ക് വാങ്ങണ്ട, പൊളിക്കാൻ തന്നെ. വെരി നൈസ്. നമുക്ക് ആ സോങ് ഒന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി കളരി പഠിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ദാ ഇപ്പൊരാൾ നമ്മുടെ കഴുത്തിനിങ്ങനെ പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ വിരലിനിടയിൽ ഒരു മർമ്മമുണ്ട്, ക്ഷിപ്രമർമ്മം. പെരുവിരൽ കൊണ്ട് നന്നായി ഒന്ന് അമർത്തിയ പിടിച്ച കൈ താനെ അയഞ്ഞു. ആ കൈ നിവർത്തി ചുഴറ്റി മണിബന്ധം ലോക്ക് ചെയ്യുക, എന്നിട്ട് പൊട്ടിക്കുക. പോലീസ് വിളിക്കാം. ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ സാറേ? എടാ നിങ്ങൾ അടക്ക്, ഞങ്ങൾ പോരാ. വണ്ടി എടുത്തോ. കൊച്ചു ചെയ്ത് കൈ വെക്കടാ. നിനക്കും കാണണടാ ഇത്ര പ്രായത്തിലുള്ള പിള്ളേര്. ഇവന്മാരാണ് സാറേ. എന്നാ അമ്മയെ പിടിച്ച് കേട്ടോ. ഞാൻ പണ്ട് മുതൽ പോലീസിനെ ബാക്കി എനിക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം. വിളിക്കുമ്പോ എല്ലാരും സ്റ്റേഷനിലേക്ക് വന്നോളാം, കേട്ടല്ലോ? ശരി, ഓക്കെ. മോള് വാ വാ, മോളെ വീട്ടിലാക്കി തരാം. മോള് എത്രയല്ല പഠിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ പോലീസ്? എന്നാലും ചേച്ചി ചേച്ചി സമ്മതിച്ചിട്ടുണ്ട്. എന്ത് ധൈര്യം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങള് ചാന്തപുരം സ്റ്റാൻഡിലല്ലേ വണ്ടി ഓട്ടുന്നത്? എന്തായാലും സംഭവം കലക്കി. അത് പൊളിച്ച് ചേച്ചി നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? ചേച്ചിക്ക് ഏത് വേണ്ട? ഇതോ ചേച്ചി കോണിരിക്കുന്നോ? ചേച്ചി മാംഗോ ബാർ വെച്ചോളാം. സോറി ചേച്ചി, നിന്റെ കാര്യം നീ എടുത്ത് കൊടുത്തോളാം. ചേച്ചി അല്ലെങ്കിൽ തമാശ അല്ല. ചേച്ചി ഇനി ചേച്ചിന് മുന്നിൽ വലിയ ആളല്ലേ? എന്നെ പോലീസ് പിടിക്കാനാ? അവര് ഓടിച്ച് ക്ഷീണിക്കണ്ട. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, എന്തേനും? ഇതെങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്? ഞാനൊന്നും മറക്കുന്നില്ലല്ലോ. പെണ്ണുങ്ങളല്ലേ. ഒരു ഫ്രൂട്ട് സലാഡ്. നിനക്കെന്താ വേണ്ട? നീ തന്നെ പറ. എനിക്കൊന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം തന്നെ. ഓക്കെ. ചേച്ചി കളരി പഠിക്കാൻ സൂപ്പറാട്ടാ. എന്നാലും ലോക്കും പറഞ്ഞാലേ പെണ്ണെങ്കി ഇന്നത്തെ പോലത്തെ എന്തെങ്കിലും പണിയിട്ടാണെങ്കിൽ അവരിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഠിക്കുന്നല്ലേ? അതെ, നമ്മൾ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ കണ്ടത്, പിന്നെ നിന്റെ വാട്സപ്പിൽ ആദ്യത്തെ മെസ്സേജ് നീ എന്നെ ടച്ച് ചെയ്തപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പതുക്കെ പറ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. ഞങ്ങളവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ചേച്ചി. ഞാനിവർക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. ഞങ്ങള് സിഗരറ്റ് വലിക്കാൻ പോയ സമയത്താണ് ചേച്ചിയുടെ ഫൈറ്റ് കാണുന്നത്. ഞാൻ കിസ് ചെയ്തല്ലേ?
അല്ലേ? അപ്പൊ കഴിഞ്ഞ മാർച്ച് 22 നീ ആർ കിസ് ചെയ്തിനി? എടി പിന്നെ നിന്നല്ലാതെ. മാർച്ച് 22 നമ്മളെ കല്യാണം കൂടി കഴിഞ്ഞിട്ടോ, പിന്നെ നീ ആർ കിസ് കൊടുത്തിന്? എന്നാ പിന്നെ വാച്ച് തന്നില്ലേ? വാച്ച് അതോടെ സബ്ജക്ട് മാറ്റല്ല. മാർച്ച് 22 ആർക്ക് കിസ് കൊടുത്തിന് പറ. നിനക്കല്ലെങ്കിൽ 22 നിനക്ക് തന്നെ എനിക്ക് കിസ് ഒന്നും തന്നിട്ട് 22 നിനക്ക് എനിക്കെല്ലാം മനസ്സിലായി. എടി നിന്നാന്ന് എന്നാന്ന് നമുക്കുണ്ടാണ് പിള്ളേരാണ് സത്യം. ഒലിപ്പിക്കല്ലേ? മാർച്ച് 22 ആർക്കാ കിസ് കൊടുത്തേ പറ. എന്റെ ഭാഗ്യത്തിനാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് എനിക്ക് തന്ന ശ്രീധനെല്ലാം ഞാൻ തിരിച്ചു കൊടുപ്പിക്കും, നോക്കിക്കോ. ശ്രീധനും തന്നെ ഞാനും ഒരു കിസ് കൊടുക്കാൻ വേറെ ആളും. എന്നെ നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചയക്കാൻ പാപ്പയും ഉമ്മയും സ്വരൂക്കുട്ടിയെ മുഴുവൻ സ്വർണവും ഞാൻ എടുത്തു. ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ടും മനോജിനെ കല്യാണം കഴിപ്പിച്ച് തരില്ല എന്ന് വാപ്പ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒരു വഴിയും തോന്നില്ല. ഞങ്ങൾ മംഗലാപുരത്തേക്ക് വണ്ടി കയറി. ഹസി കരയില്ലേ? ഒന്നുമില്ല, ഞാനില്ലേ? മംഗലാപുരത്തുള്ള ഒരുപാട് ചങ്ങായിമാരുണ്ടായിരുന്നു. അതിലൊരാളാണ് ഞങ്ങൾക്ക് വീട് കിട്ടാൻ സഹായിച്ചത്. പിന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള പരക്കം വച്ചിലായിരുന്നു. ആടെ എത്തിയപ്പോൾ മുതൽ മനു ആരെയൊക്കെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം എൻ്റെ കയ്യിലുള്ള സ്വർണം മുഴുവൻ വിറ്റ് ഒരു ബേക്കറി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. മടങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. അതുവരെ ഞങ്ങൾ കണ്ട കിനാവൊക്കെ ആ ഒറ്റ രാത്രിയിൽ അവസാനിച്ചു. കരുതി വെച്ച സ്വർണം മുഴുവൻ കള്ളം കൊണ്ടുപോയി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. ഞങ്ങൾ അവസ്ഥ മുഴുവനും പറഞ്ഞു. ഇങ്ങനത്തെ കുറേ പരാതികൾ ദിവസവും അവിടെ വരുന്നുണ്ടെന്നായിരുന്നു പോലീസിൻ്റെ മറുപടി. പിന്നെന്താ ചെയ്യുക? എൻ്റെ മൊബൈൽ വിറ്റ കാശുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ ജീവിച്ചു. പിന്നെ പട്ടിണിയായി. കുറച്ച് ദിവസം കഴിഞ്ഞ് ജോലി നോക്കി ഇറങ്ങിയ മനോജ് പിന്നെ തിരിച്ചു വന്നില്ല. 2-3 ദിവസം ഞാൻ കാത്തിരുന്നു. ഞാൻ ആരോട് പോയി പറയാനാ? എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. പിന്നെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ടെന്താ അവരുടെ സ്ഥിരം മറുപടി, അന്വേഷിക്കാം. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വീട് പൂട്ടി എൻ്റെ സാധനങ്ങൾ മുഴുവൻ പുറത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വാടക കൊടുക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാവും. ഒരു ബാഗ് കൂടി ഉണ്ടായിരുന്നു. മനുവിന്റെ ബാഗ് കൂടി എല്ലാം എടുത്ത് വെള്ളം വെച്ചിരിക്കും. വേണ നീங்களே പോയി பார்த்துக்கோங்க. ஏமா அது பேக்லாம் போயிடுச்சா? பார்த்தா படிச்ச பொண்ணு மாதிரி இருக்க. இப்படி இல்லாம இவனை நம்பி வர்றது? உன்னை ஏமாத்தியோ உன் பேக்லாம் எடுத்துட்டு போயிருக்கலாம், எனக்கு தெரியும். அப்ப ஃப்ராடு. இதுக்கு முன்னாடியே 2-3 பொண்ணுங்களை இந்த மாதிரி ஏமாத்திருக்கான்.
ചതിക്കപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ മറ്റൊരിടം ഉണ്ടായില്ല, എൻ്റെ വീടല്ലാതെ. എന്തിനാ വന്നേ? അന്റെ താഴെ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടില്ലടി. ഇറങ്ങിപ്പോയതിന് അന്ന് ചെത്തായിട്ട് എനിക്ക് എന്ത് കാണാനാടി? കേറി പോടിയകത്ത്. എൻ്റെ അനിയത്തിയുടെ നിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു. ഞാൻ കാരണം അവളുടെ ജീവിതവും. പക്ഷെ ഒരിക്കൽ കൂടെ നാട്ടുകാരുടെ മുമ്പിൽ കോമാളിയാവാൻ എൻ്റെ വാപ്പ തന്നില്ല. മാറി നിൽക്കുക നാട്ടുകാരെ, മാറി നിൽക്കുക കുടുംബക്കാരെ. ദുഃഖങ്ങൾ ഇനിയും തീർന്നില്ലേ, കുരുത്തൻ കെട്ടവൻ മരിച്ചില്ലേ. കരയരുതമ്മേ, ശപിക്കരുതേ, ഹൃദയം പറഞ്ഞത് ഏട്ടാ ഈ കൈയ്യേക്കുന്നേടെയാ? വലദോഷാണെങ്കിൽ ആടെ ഇടദോഷാണെങ്കിൽ ഇടാം. എന്നാ രണ്ടും വേണ്ട. കണ്ണ് തുറക്കടാ ചങ്ങാതി. ഏട്ടാ 2 പൊറോട്ട, ബീഫല്ലാണ്ട് വേറെ തിരച്ചുള്ളേ? പിന്നെ പ്രാവുണ്ട്, പറ്റുമോ? അത് മതി. എന്റെ പെരുമാളെ 5 വിത്തൗട്ട്. നല്ല 5 വിത്തൗട്ട്. എല്ലാവർക്കും വിത്തൗട്ടാ? ഈ ഷുഗർ ഉള്ളവരെ മാത്രമേ പാർട്ടിയിൽ എടുക്കൂ. അങ്ങക്ക് 450 ഉണ്ടായിരുന്നു ഷുഗർ. പണിക്ക് വാങ്ങിഞ്ഞപ്പോ അതെല്ലാം അങ്ങ് കുറഞ്ഞിന്. മറിച്ചിടാൻ നോക്കിയെന്ന് എന്ത് മറിച്ചിരുന്ന വേണ്ട, ഞാൻ പുഷപ്പെടുക്കുന്നു. കുന്നുംപുറം വരെ ഒരോട്ടം പോവാ. കുന്നുംപുറം വരെ പോവാ. ഓട്ടം പോവാ. ഭക്ഷണം തല്ലണം. തല്ലാനാ? ഈടെ തല്ലണം. ഈടിയാ? എന്നാ പോവാ. റെഡി അല്ലേ? ഒന്നേ തരൂല്ലേ, നീ ചോദിക്കരുത്. വേണ്ട, സാറല്ല ഇങ്ങോട്ട് കൊണ്ട. ശരി ശരി, ഇതിപ്പോ ശരിയാവുന്നു കൊണ്ടില്ലേ? ഇനി പോവാ. ഇല്ല, കൊള്ളിക്കണം. ഈടെ കൊള്ളിക്കണം. ആടെയാ? നമുക്ക് അവിടെ വേണം പോവാ. ഈടെ ഈടാ 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 ഒന്നേ ആന്നേ വേണ്ടു. ഒറ്റൊന്നും നീ ഒന്ന് പോയാ പാത്തന്നെ ബർത്ത്ഡേ വിടറാ. അത് ശരി. എന്നാ കണ്ണട നിങ്ങൾ ഇങ്ങോട്ട് വാ. ഞാനില്ലേ? അല്ല നിങ്ങൾ ഇങ്ങോട്ട് വാന്ന്. നിങ്ങൾ പോണ്ടപ്പാ. നീ പോയട്ടെ. നിങ്ങൾ വാ എന്നെ വിടുന്നേ. നീ അങ്ങോട്ട് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് തല്ലി ഞാൻ തടുത്തോളും. ഞാൻ നോക്കിന്ന് തല്ലി കണ്ണടാ. തല്ലിന്ന്
കൊറേ നേരായി ക്ഷമിക്കുന്നു. അടുത്ത കയ്യനാണല്ലേ. കൊണ്ടില്ലേ, ഇനി പോവാ. ആ വീടൻ. എടി നിന്റെ ഭർത്താവ് എപ്പോഴാ വരിക? ഈ മാസം അവസാനം വരുമായിരിക്കും. എന്തേ നോക്കുന്നാ? ഹേ ഇപ്പൊ ഇല്ല, അല്ല നിന്റെ കെട്ടിയവന്റെ വീട് അടുത്തായിട്ട് നീ ഇങ്ങനെ ഫ്ലാറ്റിൽ വന്ന് നിൽക്കുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ലേ? പ്രശ്നം അവിടെ നിന്നാലല്ലേ. എന്താ കെട്ടിയോനില്ലാണ്ട് മൂപ്പരാളെ വീട്ടിൽ ആരെങ്കിലും നിൽക്കുവോ? ഒന്നെങ്കിൽ സ്നേഹിച്ചു കൊല്ലും, അല്ലെങ്കിൽ പീഡിപ്പിച്ച്. രണ്ടായാലും കൊല ഉറപ്പാ. ആകെ പോട്ടെ, നീ എന്റെ കാര്യം പറ. അതിനുശേഷം നീ എവിടെയായിരുന്നു? അത് പറയാൻ പോവാണെങ്കിൽ അതൊരു നീണ്ട കഥയാ. അത്ര നീട്ടണ്ട, ചുരുക്കിനെ പറഞ്ഞാ മതി. ആദ്യത്തെ തീരുമാനം ക്ലേശയായിരുന്നു, ആത്മഹത്യ. ആഹാ. പിന്നെ അതങ്ങ് വേണ്ടെന്ന് വെച്ചു. അതൊരു ഭീരത്വല്ലേ. പടച്ചു അമ്മക്കുന്ന ജീവിതം അങ്ങനെ അങ്ങ് കളയുന്ന ശരിയല്ലല്ലോ. അതുകൊണ്ടിപ്പോ എന്താ, ഈ ദുനിയാവിൽ ഏത് പണിയാണെങ്കിലും എനിക്കറിയാം. ആഹാ. ഏറ്റവും ഒടുവില് കോയമ്പത്തൂർ ഒരു ടോൾ ബൂത്തിലായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവിടെ വച്ചാണ് ഞാൻ മനോജിനെ വീണ്ടും കാണുന്നത്. സാറേ സാറേ ഞാനാ ശ്യാമ. സാറേ ഞാൻ മോളുടെ ബർത്ത്ഡേ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഈ വരുന്ന ബുധനാഴ്ച. അല്ല സാർ, എൻ്റെ വീട്ടിലല്ല. അവിടെ അത്ര സൗകര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാവും, മനുവൊക്കെ ഉണ്ടാവും ഇത്തവണ. ഓക്കെ സാർ. സാറേ ഞാൻ വാട്സപ്പിൽ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം സാർ. ഓക്കെ, ഫാമിലിയായിട്ട് വരണേ സാറേ. ഓക്കെ, താങ്ക് യു സാറേ. വലിയ ബഹുമാനാണല്ലോ ഫോണില്. DYSP ആയിരുന്നു. എനിക്ക് തോന്നി അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ശ്യാമേട്ടാ, ബർത്ത്ഡേക്കുള്ള ഭക്ഷണം എന്റെ വകയായാലോ? നോം അസലായിട്ട് പാചകം ചെയ്യും. ആണോ? നോം അറിഞ്ഞില്ല. നമുക്ക് നോക്കാട്ടോ. അനിതേ, ഒരു കാര്യം പറയാം. ഇവിടെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നല്ല വിലയോടുള്ള സാധനങ്ങളാണ്. അവളെന്നെ വിശ്വസിച്ചേൽപ്പിച്ചതാ. അതുപോലെ ഞാൻ നിന്നെയും വിശ്വസിക്കാണേ. പിന്നെ തോട്ടമഴയുടെ സാധനമൊക്കെ കാണും, അതിലൊന്നും തൊടാനേ പാടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ശ്യാമേട്ടാ. ശരി ഏച്ചി ഇങ്ങോട്ടോ. എന്നാ ഞാൻ പോയിട്ട് വരേ. ഒരു 7 മണിയാകുമ്പോൾ റെഡി ആവൂലേ? അർച്ചെല്ലാം കഴിക്കച്ചിനാ? ഹലോ, ഹാപ്പി ബർത്ത്ഡേ. അനിതേ, ഈ കേക്കൊന്നും അവിടെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞിട്ടില്ലേ, കടയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കുട്ടിയാ. ആഹാ, നന്നായിനല്ല. ആന്ന്, ഞാൻ ഇത്രയും കരുതില്ലട്ടാ. ഓള് ജോറാന്നല്ലപ്പോ. ഹായ് ആകാശ്. ഹലോ ശ്യാം. എത്ര നാളായിട്ട് കണ്ടിട്ട്. വാ വാ വാ. ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിന്നെയൊക്കെ കാണാൻ പറ്റും അല്ലേ? നീ ഇപ്പൊ എന്തോ പ്രൊക്യൂർമെന്റ് മാനേജർ. വല്ലാർപ്പാടൊക്കെ എഴുതി വാങ്ങുവോ? ജീവിച്ചു വോട്ടറോ? കായോ, നീ ഒന്ന് മക്കളെ നടത്തോണ്ട് പോയത്. അനിത, ആളെല്ലാം വന്നോണ്ട്, നീ വെള്ളം എടുത്തോ.
ചേച്ചി உங்க வண்டியோட கீ கொண்டு தரீங்களா? എന്തിന്? அந்த அக்காவை ஜங்ஷன்ல ஒன்று ட்ராப் பண்ணணும். ആ നിനക്ക് ഓടിക്കാനല്ല അറിയില്ല അല്ലേ? സൂക്ഷിച്ച് ഓടിക്കണേ. சரி ചേച്ചി. പുതിയ വണ്ടിയാണ്. தெரியும் ചേച്ചി. വാക്കാ പോണം. ഹലോ മോളെ സുന്ദരജി സുഖം തന്നെയല്ലേ? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? കുഴപ്പമില്ല. ആ, നവ്യ, ജ്യൂസ് ജ്യൂസ്. ആ, എന്താ ഇത്ര വൈകിയേ? വാ. അടിപൊളി സാരിയാണല്ലോ. ജോൺസൺ സാർ എത്തി. സാറേ ഹായ് ശ്യാം. താങ്ക് യു ഫോർ കമ്മിങ് സാർ. ഫാമിലി ഒന്നും കൊണ്ടുവന്നില്ല? ഇല്ല, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴി. ഓക്കെ സാർ. ഹലോ സാർ. മനു വന്നില്ലേ? മനു ഓൺ ദ വേ ആണ് സാർ. പിന്നെ നമ്മുടെ ബർത്ത്ഡേ കളവിടെ പോയി. അദീന ഹായ് സാർ. അദീന വാ സാർ. ഇതാണ് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങോട്ട് പോലീസാണ്, ഡിവൈഎസ്പി. മോള് കളിച്ചോ? ശ്യാം സാർ. അതെ, ഞാനൊന്ന് നേരത്തെ പോകും. അല്ല മനു എത്തിയിട്ട് പോയ പോലെ സാർ. അല്ല, അതിപ്പോ മനു വരാൻ മനു എത്തിയെന്ന് തോന്നുന്നു.